കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചേ? ടിമ്പർ ആൻഡ് ടിമ്പർ പ്രൊഡക്ട്സ് അല്ലേ? ടിമ്പർ എന്താണെന്നുള്ളത് പഠിച്ചു. വുഡിനെ നമ്മൾ സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക? ടിമ്പർ എന്ന് പറയുക അല്ലേ? പിന്നെന്ത് പഠിച്ചു? അതുപോലെ വുഡിൻ്റെ ലേഔട്ട് പഠിച്ചു. ഓരോ പാർട്സ് പഠിച്ചു അല്ലേ? സെൻട്രൽ പോർഷൻ നമ്മൾ പിത്ത് എന്ന് പറയും. അതുപോലെ ഏറ്റവും ഔട്ടർ മോസ്റ്റിന് നമ്മൾ എന്ത് പറയും? ബാർക്ക് എന്ന് പറയും. ബാർക്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡെഡ് ബാർക്കും അതുപോലെ ലൈവ് ബാർക്കും. അതുപോലെ സാപ്പ് വുഡ്, പിന്നെന്താണ് ഹാർട്ട് വുഡ്, കാമ്പിയം പോർഷൻ അല്ലേ? അതുപോലെ മെഡുലറി റേസ്. ഇതൊക്കെയാണ് ലേഔട്ടിൽ പഠിച്ചത്. ക്ലിയർ അല്ല അതൊക്കെ? അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് അല്ലേ ടിമ്പറിൻ്റെ? ഏതൊക്കെയായിരുന്നു? വിനീർ, പ്ലൈവുഡ്, ഫൈബർ ബോർഡ് അല്ലേ? ഇതൊക്കെയല്ലേ പഠിച്ചത്? അപ്പോൾ അടുത്ത നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഇതാണ് എന്ത്? ഡിഫക്റ്റ് ഇൻ ടിമ്പർ അല്ലേ? ടിമ്പറിൽ വരുന്ന ഡിഫക്ട്സ്. എന്താണ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കേടുകൾ. ദോഷങ്ങൾ എന്ന് പറയില്ല. ദോഷങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താ? ഡിമെറിറ്റ്സ് അങ്ങനെയാണ് പറയാം. ഇത് നമ്മൾ എന്താ പറയാ? കേടുപാടുകൾ അല്ലേ? ഒരു ടിമ്പറിന് വരുന്ന അതാണ് എന്ത്? ഡിഫക്ട്സ് ഇൻ ടിമ്പർ. ടിമ്പറിൽ വരുന്ന കേടുപാടുകൾ ഏതൊക്കെയാ? ഒന്ന് മ്യൂട്ടാക്കോ നോക്കാം. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഹാർട്ട് ഷേക്ക്. നമ്മൾ വുഡിൻ്റെ ലേഔട്ടിൽ പഠിച്ചപ്പോൾ ഹാർട്ട് പോർഷൻ പഠിച്ചു അല്ലേ? അതിൽ വരുന്നതാണ് എന്ത്? ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? റിംഗ് ഷേക്ക്. രണ്ടാമത്തെ എന്താണ്? റിംഗ് ഷേക്ക്. 3 കപ്പ് ഷേക്ക്. 4 എന്താണ്? സ്റ്റാർ ഷേക്ക്. 4ാമത്തെ ഡിഫക്റ്റാണ് എന്ത്? സ്റ്റാർ ഷേക്ക്. 5ാമത്തെ വരുന്നതാണ് എന്ത്? റേഡിയൽ ഷേക്ക്. നമ്മൾ റേഡിയൽ റേസൊക്കെ അതിലുണ്ട് അല്ലേ വുഡിൻ്റെ ലേഔട്ടിൽ. അതുപോലെ തന്നെ 6ാമത്തെ വരുന്നത് എന്താണ്? നോട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നു അല്ലേ? അതിൻ്റെ പിക്ചറുകൾ കാണിച്ചു തന്നു നിങ്ങൾക്ക്. നോട്ട്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? നോട്ട്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ചറുകൾ കാണിച്ചു തന്നതല്ലേ? അതുപോലെ 7ാമത്തെ എന്താണ്? ഡ്രഗ്സിനസ്. എന്താ ഡ്രഗ്സിനസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിമ്പറിൽ ഈ ബാക്ടീരിയ, ഫംഗൈ മൂലം ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, അതിനാണ് എന്ത് നമ്മൾ പറയുക? ഡ്രഗ്സിനസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ 7 ടൈപ്പാണ് എന്ത്? ടിമ്പറിന് വരുന്ന ഡിഫക്ട്സ്. ക്ലിയർ? 7 മറക്കാതെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ്. ഓക്കെ, മറക്കില്ലല്ലോ. ഷേക്കുകൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ 5 കിട്ടും. ഹാർട്ട് ഷേക്ക്, റിങ്, കപ്പ്, സ്റ്റാർ, റേഡിയൽ. പിന്നെ നോട്ടും ഡ്രഗ്സിനസും. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം ഹാർട്ടിൽ നിന്ന് തുടങ്ങുക. അതായത് നമുക്കറിയാം എന്താ? നമ്മൾ വുഡിൻ്റെ ലേഔട്ട് പഠിച്ചപ്പോൾ അതിൽ ഹാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഹാർട്ട് പോർഷൻ ഉണ്ടായിരുന്നില്ലേ? ഹാർട്ട് വുഡ് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഹാർട്ട് ഷേക്ക്. പിന്നെന്താണ്? റിങ്ങുകൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഓരോ റിങ്ങുകളായിട്ടാണ് ഓരോ ലെയറുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ എന്താണ്? പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാത്തതാണ് എന്ത്? കപ്പ് ഷേക്ക്, കപ്പ്. പിന്നെ റേഡിയൽ റേസ് കേട്ടിട്ടില്ലേ? അതായത് മെഡുലറി റേ. അതെന്താണ്ട്? റേഡിയൽ ഷേക്സ്. പിന്നെയാണ് എന്ത് വരുന്നത്? സ്റ്റാർ ഷേക്സ്. ഇങ്ങനെ 5 ഷേക്സും അതുപോലെ തന്നെ എന്താ വരുന്നത്? നോട്ട്സ് വരുന്നുണ്ട്. പിന്നെന്താ? ഡ്രഗ്സിനസ്. ക്ലിയർ?
മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം, ഇതിൻ്റെ ഹാർട്ട് ഷേക്ക് നോക്കാം. നോക്കിയേ, ദീസ് ക്രാക്സ് occur in a center of a tree and they extend from pith to sapwood in the direction of medullary rays. എന്താ പറയുന്നത്? ഒരു ക്രാക്കാണ്. എങ്ങനെയാണ്? സെൻറ്ററിൽ നിന്ന് എവിടം വരെ? എക്സ്റ്റെൻഡ് ഫ്രം ദി പിത്ത് ടു സാപ്വുഡ്. പിത്ത് എവിടെയാണ്? സെൻറ്റർ പോർഷനാണ് പിത്ത് അല്ലേ? എന്താണ്? ഈ ഒരു പോർഷനാണ് പിത്ത്. അതായത് ഈ ഫിഗറിൽ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ പിത്ത് പോർഷൻ. സെൻട്രൽ പോർഷനിൽ നിന്ന് എവിടേക്ക് വരെ ഉണ്ടാവും? സാപ്വുഡ് എവിടെയാ? അതായത് ഈ ഒരു പോർഷൻ വരെയൊക്കെ അല്ലേ? കണ്ടോ? ഇതിൽ ഹാർട്ട് ഷേക്ക് വേറെ കാണിച്ചിട്ടുണ്ട്, അതാണ് ഹാർട്ട് ഷേക്ക് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഡിഫക്റ്റാണെന്ന് വിചാരിക്കരുത്. അതായത് ഈ ഒരു സാധനമാണ് എന്ന് വിചാരിക്കരുത്. ഹാർട്ട് ഷേക്ക് വേറെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഈ ചെറിയൊരു വരയാണ് എന്ത്? ഹാർട്ട് ഷേക്ക്. കണ്ടോ? ഈ ഒരു വരയാണ് എന്ത്? ഹാർട്ട് ഷേക്ക്. അല്ലാതെ ഇതല്ല കേട്ടോ, ഇതല്ല. ഓക്കെ, ഹാർട്ട് ഷേക്ക് എങ്ങനെ വരിക? എവിടെ നിന്നാണ് വരുന്നേ പറഞ്ഞേ? അതായത് വുഡിൻ്റെ പിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെൻട്രൽ പോർഷനാണ് നമ്മൾ പിത്ത് എന്ന് പറയാം. പിത്തിൽ നിന്ന് എവിടം വരെ? സാപ്വുഡ് വരെ. സാപ്വുഡ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോവോ? ഇല്ല. ഹാർഡ് വുഡ് കഴിഞ്ഞ് അടുത്താണ് എന്ത്? സാപ്വുഡ് വരുന്നത്. അവിടം വരെയാണ് എന്ത് വരിക? ഹാർട്ട് ഷേക്ക് വരിക. അതായത് ആ ഹാർട്ട് പോർഷനിൽ വരുന്ന ഷേക്ക്, അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? വുഡിൻ്റെ ഹാർട്ട് പോർഷനിൽ വരുന്ന ഒരു ക്രാക്ക്, പിത്ത് തൊട്ട് സാപ്വുഡ് വരെ ഉണ്ടാവും അത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടുണ്ടോ? അതായത് ഹാർട്ട് ഷേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാക്കാണ്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പിത്തിൽ നിന്ന്. പിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിൻ്റെ ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള പോർഷൻ. ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള പോർഷനിൽ നിന്ന് സാപ്വുഡ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മൾ ഇന്നലെ മെഡുലറി റേസ് പറഞ്ഞില്ലേ? മെഡുലറി റേസ് എങ്ങനെയാണ്? ഇങ്ങനെ. ആ മെഡുലറി റേസ് ആണ് എന്ത്? ഈ ഹാർട്ട് ഷേക്ക്. ക്ലിയർ ആയോ? മ്യൂട്ടാക്കൂ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അടുത്ത ഏതായിരുന്നു? കപ്പ് ഷേക്ക്. കപ്പ് ഷേക്കിൻ്റെ ഫിഗർ നോക്കിക്കോട്ടെ. അതേ കണ്ടോ? ഇതാണ് കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഒരു പോർഷൻ. നമുക്ക് ഓർഡറിലല്ലെങ്കിലും നിങ്ങൾക്ക് ഈ കപ്പ് ഷേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് ഷേക്ക് പറയാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കപ്പ് ഷേക്ക് നോക്കുക. ഇങ്ങനെയാണ് കപ്പ് ഷേക്ക് വരിക. കണ്ടോ? അതായത് ഒരു റിങ്ങിൽ ഇതുപോലെ കണ്ടോ? ഇതാണ് എന്ത്? കപ്പ് ഷേക്ക് എന്ന് പറയുന്നത്. ഫിഗർ ആദ്യം കാണിച്ചു തന്നാണേ. നോക്കാം എന്താ കപ്പ് ഷേക്ക്. ദീസ് ആർ കോസ്ഡ് ബൈ ദി റപ്ചർ ഓഫ് ടിഷ്യൂസ് ഇൻ എ സർക്കുലാർ ഡയറക്ഷൻ. സർക്കുലാർ ഡയറക്ഷനിൽ ആ വുഡിൻ്റെ ടിഷ്യൂകൾക്ക് റപ്ചർ സംഭവിക്കുക. എന്താ റപ്ചർ? നാശം സംഭവിക്കുക. അതായത് ഒരു സർക്കുലാർ ഡയറക്ഷനിൽ, ഇത് സർക്കുലാർ ഡയറക്ഷൻ അല്ലേ? സർക്കുലാർ ഡയറക്ഷൻ അല്ലേ? ഒരു സർക്കുലാർ ഡയറക്ഷനിൽ എന്ത് സംഭവിക്കുകയാണ്? വുഡിൻ്റെ ടിഷ്യൂകൾക്ക് റപ്ചർ സംഭവിക്കുക. റപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാശം സംഭവിക്കുകയാണ്. അങ്ങനെയാണ് എന്താവുന്നത്? അവിടെ കപ്പ് ഷേക്ക് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് എ കർവ്ഡ് ക്രാക്ക്. കർവ്ഡ് ആയിട്ടല്ല വന്നേക്കണ ക്രാക്ക്. നമുക്ക് എങ്ങനെയായിരുന്നു കഴിഞ്ഞതിൽ വന്നിട്ടുണ്ടായിരുന്നത്? റേഡിയൽ റേ അല്ലേ? അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് ഈസ് എ
curved crack and it is separate partially one annual ring from the other. അതായത് ഇങ്ങനെ കപ്പ് ഷേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വുഡിൻ്റെ ഒരു റിങ്ങിനെ മറ്റേ റിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും അല്ലേ? ഈ റിങ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോക്കാം, ഇതുപോലെ റിങ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് പോയി ഇങ്ങനെ കപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു റിങ് മറ്റേ റിങ്ങിൽ നിന്ന് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? ഒരുമിച്ച് ഇരിക്കുന്നുണ്ടായിരുന്ന റിങ്ങുകൾ സെപ്പറേഷൻ സംഭവിക്കും. ക്ലിയർ ആയോ? ഇതെന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ആരും വികാരമില്ലാണ്ടിരിക്കുന്നത്? ഓക്കെ. It is a curved crack and it is separate partially one annual ring from the other. അതായത് കപ്പ് ഷേക്സ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? അതായത് ഒരു റിങ്ങിനെ മറ്റൊരു റിങ്ങിൽ നിന്ന് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും അല്ലേ? ആ ഒരു പീസ് അവിടെ നിന്ന് സർക്കുലർ പോർഷനിൽ പോയി കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക. ഇറ്റ് ഡെവലപ്സ് ഡ്യൂ ടു നോൺ യൂണിഫോം ഗ്രോത്ത് ഓൺ ഡ്യൂ ടു ദി എക്സസീവ് ബെൻഡിങ് ഓഫ് ഗ്രോയിങ് ട്രീ ഡ്യൂറിങ് സൈക്ലോണിക് വെതർ. ഇതെങ്ങനെ സംഭവിക്കുന്നത്? നോൺ യൂണിഫോം ഗ്രോത്ത്. നോൺ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരുപോലെയുള്ളത് അല്ലേ? അതിനാണ് നമ്മൾ യൂണിഫോം എന്ന് പറയുക. നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെ അല്ലാതെ ചില പ്രത്യേക രീതിയിലുള്ള ഗ്രോത്തിങ്. മനസ്സിലായോ? ചില പ്രത്യേക രീതിയിൽ എന്ത് സംഭവിക്കുകയാണ്? അതായത് വളർച്ച സംഭവിക്കുകയാണ്. അപ്പം എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. അതെപ്പോഴാണ്? സൈക്ലോണിക് വെതർ എന്ന് വെച്ചാൽ എന്താ? സൈക്ലോണിക് വെതർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ എന്ത് സംഭവിക്കും? ട്രീക്ക് അല്ലെങ്കിൽ മരത്തിന് എന്ത് സംഭവിക്കും? നോൺ യൂണിഫോം ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ഇതുപോലെ ടിഷ്യൂസ് റപ്ചറായിട്ട് കപ്പ് ഷേക്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, എന്താണ്? മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ നോൺ യൂണിഫോം ആയിട്ട് എന്ത് സംഭവിക്കും? ഗ്രോത്ത് സംഭവിക്കും ടിമ്പറിന് അല്ലേ? അപ്പോഴാണ് എന്ത് സംഭവിക്കുക? കപ്പ് ഷേക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കപ്പ് ഷേക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. അടുത്തത് നോക്കാം. അടുത്തെന്താണ്? റിംഗ് ഷേക്സ്. കപ്പ് ഷേക്സ് കഴിഞ്ഞാൽ റിംഗ് ഷേക്സ്. എന്താ റിംഗ് ഷേക്സ്? വെൻ കപ്പ് ഷേക്സ് കവർ ദി എൻറ്റയർ റിംഗ് ദേ ആർ നോൺ ആസ് ദി റിംഗ് ഷേക്സ്. അതായത് കപ്പ് ഷേക്സിന് എക്സ്റ്റെൻഡ് ആയി, അതായത് കപ്പ് ഷേക്സ് കൂടി എന്താവും? ആ ഒരു റിങ് മൊത്തം അത് വ്യാപിക്കും. അപ്പോഴാണ് എന്തായിട്ട് മാറുക? റിംഗ് ഷേക്കായിട്ട് മാറുക. അത് മൊത്തത്തിൽ ആ റിങ്ങിനെ എഫക്റ്റ് ചെയ്യും. കണ്ടോ? ആ ഡാർക്കൺ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് റിംഗ് ഷേക്സ്. അപ്പം അങ്ങനെ ഇതൊരു റൗണ്ട് മൊത്തം ഒരു റിങ്ങിൽ ബാധിച്ചാൽ എന്ത് പറ്റും? ഇങ്ങനെ ബാധിച്ചാൽ എന്ത് പറ്റും? അതായത് ഒരു മരമാണെങ്കിൽ അതിനെന്ത് പറ്റും? അത് മുഴുവനായിട്ട് നശിച്ചു പോവും അല്ലേ? ടിമ്പർ മുഴുവനായിട്ട് നശിച്ചു പോവും. ക്ലിയർ ആയോ? അതായത് കപ്പ് ഷേക്സ് മൊത്തത്തിൽ ആ റിങ്ങിനെ എഫക്റ്റ് ചെയ്ത് ഒരു റിങ്ങും മറ്റേ റിങ്ങുമായിട്ടുള്ള സെപ്പറേഷൻ നടക്കും. ഞാൻ ഈ റെഡിൽ കാണിച്ചിട്ടുള്ള പോലെ സെപ്പറേഷൻ നടക്കും. അതാണ് എന്ത്? റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് ഞാൻ പറഞ്ഞ കപ്പ് ഷേക്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിംഗ് ഷേക്ക് പറയാമെന്ന്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പറയൂ. അടുത്തതിലേക്ക് കടക്കാം. അടുത്ത എന്താണ്? സ്റ്റാർ ഷേക്ക്. എന്താ സ്റ്റാർ ഷേക്ക്? നോക്കാം. ഫിഗർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ.
കണ്ടോ? മനസ്സിലായോ? ഇത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഷേപ്പിലുള്ള ടിമ്പറുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നോക്കാം എന്താണ് നോക്കാം. സ്റ്റാർ ഷേക്ക് എന്താണെന്ന് നോക്കാം. എന്താ? ദീസ് ആർ ക്രാക്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദി സാപ്പ് വുഡ്. എവിടെ നിന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബാർക്ക് ടുവേർഡ്സ് ദി സാപ്പ് വുഡ്. അതായത് ഈ പോർഷൻ, ബാർക്ക് പോർഷൻ ഏതാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ. അവിടെ നിന്ന് എന്തിലേക്കാണ്? സാപ്പ് വുഡിലേക്ക്. സാപ്പ് വുഡും ബാർക്കും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഇല്ല അല്ലേ? എടുത്തെടുത്ത് കിടക്കുന്നതാണ്. ബാർക്കിൽ നിന്ന് സാപ്പ് വുഡിലേക്ക് വരുന്ന ക്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാർ ഷേക്സ്. എവിടെ തൊട്ട്? ബാർക്ക് ടു സാപ്പ് വുഡ്. ബാർക്ക് പോർഷനിൽ നിന്ന്, അതായത് ടിമ്പറിൻ്റെ ഏറ്റവും ഔട്ടർ ഷെല്ലായിട്ടുള്ള ബാർക്ക് പോർഷനിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്? സാപ്പ് വുഡിലേക്ക് വരുന്ന ക്രാക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാർ ഷേക്ക്. ക്ലിയർ ആയോ? ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഈ ഡെഫിനിഷൻ പറഞ്ഞില്ലെങ്കിലും ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അല്ലേ? ബാർക്ക് പോർഷനിൽ നിന്ന് സാപ്പ് വുഡിലേക്ക് വരുന്ന ക്രാക്കാണ് എന്ത്? സ്റ്റാർ ഷേക്ക്. നോക്കാം. ദേ ആർ വൈഡർ ഓൺ ദി ഔട്ടർ ആൻഡ് നാരോ ഓൺ ദി ഇൻസൈഡ് എൻഡ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് നോക്കിയേ. ഇതിൻ്റെ ഔട്ടറിലെ പോർഷൻ, അതായത് ബാർക്കിലെ വൈഡാണ് കുറച്ചും കൂടി ക്രാക്ക് അല്ലേ? അത് സാപ്പ് വുഡിലേക്ക് എത്തുമ്പോൾ എന്താണ്? നേരോ ആയിട്ട് വരിക, അതായത് തിന്നായിട്ട് വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതായത് ഈ പോർഷൻ ബാർക്ക് പോർഷനിൽ കുറച്ചും കൂടി വൈഡായിട്ടും ഇങ്ങോട്ട് വരുമ്പോൾ തിന്നായിട്ടാണ് വരുന്നത് അല്ലേ? മനസ്സിലായോ? അതായത് ഔട്ടർ പോർഷനിൽ വൈഡായിരിക്കും, അത് ഇൻസൈഡിലേക്ക് വരുമ്പോൾ നേരോ ആയിട്ട് വരും. നേരോന്ന് മീൻസ് എന്താ? ഇടുങ്ങിയതായിട്ട്. നേരോന് മീനിങ് ഇടുങ്ങിയതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാ? തിന്നായിട്ട് വരിക. വൈഡിൽ നിന്ന് തിന്നായിട്ടാണ് ഇതിലേക്ക് വരുന്നത്? സാപ്പ് വുഡിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ? അടുത്ത നോക്കാം. ദേ ആർ ഫോംഡ് ഡ്യൂ ടു ദി എക്സ്ട്രീം ഹീറ്റ് ഓർ സർവൈവ് ഫ്രോസ്റ്റ് ഡ്യൂറിങ് ദി ഗ്രോത്ത് ഓഫ് ട്രീ. എങ്ങനെയാണ് ഈ സ്റ്റാർ ഷേക്സ് ഉണ്ടാവുന്നത്? എക്സ്ട്രീം ഹീറ്റ്, അതുപോലെ തന്നെ ഫ്രോസ്റ്റ്. എന്താ ഫ്രോസ്റ്റ്? ഫ്രോസ്റ്റ് എന്താ? ഫ്രോസ്റ്റ് അറിയില്ലേ? അതായത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ വരുന്ന ഈ മഞ്ഞില്ലേ, കണ്ടിട്ടില്ലേ ഓരോ വീഡിയോസിലൊക്കെ? നമ്മുടെ അവിടെയല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ. അതായത് കൂടുതൽ മഞ്ഞ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥ, അതുപോലെ നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് എന്ത് സംഭവിക്കുക? ടിമ്പറിന് ഈ ഡിഫക്റ്റ് സംഭവിക്കുക, സ്റ്റാർ ഷേക്സ്. ഓക്കെ. അതായത് കൂടുതലുള്ള ഫ്രോസ്റ്റ്, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതായത് കഠിനമായിട്ടുള്ള ഫ്രോസ്റ്റ്, എക്സ്ട്രീം ഹീറ്റും അതുപോലെ കഠിനമായിട്ടുള്ള ഫ്രോസ്റ്റും, അതായത് മഞ്ഞ്. അതായത് നല്ല ശക്തിയുള്ള കഠിനമായിട്ടുള്ളത്, അത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഹാർട്ട് ഷേക്ക്, കപ്പ് ഷേക്സ്, റിംഗ് ഷേക്ക്, സ്റ്റാർ ഷേക്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. എന്താ ഡൗട്ടാണോ ചോദിക്കുന്നത്? അതെ, ഞങ്ങള് പിന്നെ മുമ്പ് ഒരു 6
സ്റ്റാർ ഷേക്ക് അല്ലേ പറഞ്ഞത്? അതെ, കഴിഞ്ഞാലായിരിക്കും അല്ലേ? അത് ഞാൻ വിട്ടുപോയതായിരിക്കാം. പക്ഷെ ഇന്നത്തെ PDF ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ തന്നെ 7 എണ്ണമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കുക. പിന്നെ വരുന്നത് ഏതാണ്? റേഡിയൽ ഷേക്ക് കേട്ടോ. എന്താണെന്ന് നോക്കിയാലോ? ദേ ആർ സിമിലർ ടു സ്റ്റാർ ഷേക്ക്. എന്താ പറയുന്നത്? സിമിലർ ടു സ്റ്റാർ ഷേക്ക് ആയിട്ട് സിമിലർ ആണ്. ബട്ട് ദേ ആർ ഫൈൻ ആൻഡ് ന്യൂമറസ്. എന്താണ് ഫൈൻ ആൻഡ് ന്യൂമറസ്? ഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അഗ്രിഗേറ്റിൽ തന്നെ നമ്മൾ പറയും ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്. ഇവിടെ ഫൈൻ എന്ന് ഉദ്ദേശിച്ചത് അത്ര കഠിനമല്ലാത്ത രീതിയിലുള്ള ചെറുത്, അതായത് നോർമലി വരുന്നതാണ്. പിന്നെന്താണ്? ന്യൂമറസ് ആണ്. അതായത് സ്റ്റാർ ഷേക്ക് നമ്മൾ നേരത്തെ കണ്ടത് കുറേ ഉണ്ടായിരുന്നു അല്ലേ? ഇതുപോലെ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഷേപ്പിൽ അല്ലേ? ഇവിടെ എന്താണ്? ന്യൂമറസ് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ക്രാക്സ്, സ്റ്റാർ ഷേക്സ് പോലെ തന്നെ. അത്രയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദേ ഒക്കർ വെൻ ട്രീ ഈസ് എക്സ്പോസ്ഡ് ടു സീസണിങ് ആഫ്റ്റർ ബീയിങ് ഫെൽ ഡൗൺ. ദേ റൺ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദി സെൻറ്റർ. എന്താണ്? ബാർക്ക് ടുവേർഡ്സ് ദി സെൻറ്റർ. റേഡിയൽ ഷേക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ നിന്നാണ്? ബാർക്ക് തൊട്ട് എവിടം വരെ ഉണ്ടാവും? ബാർക്ക് ടു സെൻറ്റർ. ബാർക്ക് തൊട്ട് സെൻറ്റർ വരെ. ഇത് നടക്കുന്നത് എങ്ങനെയാണ്? ദേ ഒക്കർ വെൻ ട്രീസ് എക്സ്പോസ്ഡ് ടു സീസണിങ്. എന്താ സീസണിങ്? എന്താ? സ്റ്റോണിന്റെ കേസിൽ നമ്മൾ സീസണിങ് പറഞ്ഞില്ലേ? എന്താ സീസണിങ്? കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക. അതായത് മോയ്സ്ചറിന്റെ കണ്ടന്റിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? വാട്ടറിൻ്റെ കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ടിമ്പർ ആകുമ്പോൾ നമുക്കറിയാം കുറേ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കളഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്? സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ സീസണിങ്ങിൻ്റെ സമയത്ത് ആഫ്റ്റർ ബീയിങ് ഫെൽ ഡൗൺ, എന്താ ആ മരം അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് വീണ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളത് മുറിച്ച് മാറ്റിയതിന് ശേഷം സംഭവിക്കുന്നതാണ് എന്ത്? ഈ റേഡിയൽ ഷേക്സ്. ഓക്കെ, ക്ലിയർ ആണോ? വീണ് കഴിഞ്ഞതിന് ശേഷം ഈ സീസണിങ്ങിൻ്റെ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? റേഡിയൽ ഷേക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ബാർക്ക് തൊട്ട് എവിടം വരെ ഉണ്ടാവും? സെൻറ്റർ വരെ. ക്ലിയർ ആണോ? റേഡിയൽ ഷേക്ക് ക്ലിയർ ആണോ? എന്താ? പിത്ത്. ഹലോ നമുക്ക് ബാർക്ക് പോർഷനിൽ നിന്ന് എവിടം വരെയാണ്? സെൻറ്റർ പോർഷൻ വരെയാണ് എന്ത് വരുന്നത്? റേഡിയൽ ഷേക്സ്. അതായത് സ്റ്റാർ ഷേക്സ് പോലെ തന്നെ സിമിലർ ആണ്. പക്ഷെ എന്താണ്? ഫൈൻ ആൻഡ് ന്യൂമറസ്. അത് അത്ര അധികം ഉണ്ടാവില്ല. ചെറിയ രീതിയിലുള്ള ക്രാക്സ് ആണ് വരുന്നത്. എന്തിൻ്റെ സമയത്ത് വരുന്നത്? സീസണിങ് ചെയ്യുന്ന സമയത്ത്.
ഓക്കെ, ആ മരം അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ സീസണിങ് ചെയ്യുന്ന ടൈമിലാണ് എന്ത് വരിക, ഈ റേഡിയൽ ഷേക്സ് വരുന്നത്. എവിടം വരെ വരും, ബാർക്ക് ടു സെൻറ്റർ പോർഷൻ്റെ പേര് പിത്ത് അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷെ എന്താണ്, റൺ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ബാർക്ക് ടുവേഴ്സ് ദി സെൻറ്റർ. ചില സമയത്ത് ഓക്കെ, എപ്പോഴും അങ്ങനെ അറ്റം വരെ ഉണ്ടാവണമെന്നില്ല. ദേ റൺ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ സംഭവിക്കാം, അത്ര വരെ വരാം. ക്ലിയർ? അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞത്, നോട്ട്സ്. നമ്മൾ ഇന്നലെ പിക്ചർ കാണിച്ച എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. തേക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നോക്കുന്ന സമയത്ത് തന്നെ കാണാം. ഓക്കെ, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫർണിച്ചറിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നോട്ട്സ് കാണാൻ പറ്റും അല്ലേ. ഇത്തിരി ഡാർക്ക് കളറിൽ അവിടുത്തെ റിങ്ങുകൾ ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കണ കാണാം, കണ്ടിട്ടില്ലേ? കൂടുതൽ പോളിഷൊന്നും ചെയ്യാത്ത വുഡിൽ നമുക്ക് കാണാം. നോട്ട് എന്താന്ന് നോക്കിയാലോ. ദേ ആർ ദി ബേസസ് ഓഫ് ബ്രാഞ്ചസ് വിച്ച് ആർ ബ്രോക്കൺ ഓർ കട്ട് ഓഫ് ഫ്രം ദി ട്രീ. എന്താണ് ബ്രാഞ്ചസ് അല്ലേ, ബ്രാഞ്ചസിനെ കട്ട് ചെയ്യുന്നതാണ് എന്ത്, കട്ട് ചെയ്യുന്ന പോർഷനാണ് ഇങ്ങനെ കാണുക. അതായത് നമ്മൾ ബ്രാഞ്ചസ് വരുന്ന പോർഷൻ നമ്മൾ എന്താണ് കട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതെന്താ ഒടിഞ്ഞു പോകുന്ന സ്ഥലത്ത് അല്ലേ. കണ്ടിട്ടില്ലേ, എവിടെയാണ് കാണുക, ബ്രാഞ്ചസ് വിച്ച് ആർ ബ്രോക്കൺ ഓർ കട്ട്. അതായത് ഒന്നില്ലെങ്കിൽ ബ്രോക്കൺ ആയി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളായിട്ട് കട്ട് ചെയ്ത് കളയുമ്പോഴായിരിക്കാം അവിടുത്തെ റൗണ്ടഡ് ആയിട്ടുള്ള റിങ്സ് ഇതുപോലെ ഡാർക്കൺ ആവും. The portion from which the branch is removed ultimately result in the formation of dark hard rings. എന്താണ്, ഡാർക്കായിട്ട് നല്ല കട്ടിയുള്ള റിങ്ങുകളായിട്ട് അത് ഫോം ആവും. അതിനാണ് എന്ത് പറയുക, നോട്ട്സ് എന്ന് പറയുക. ക്ലിയർ? നോട്ട്സ് എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത നോക്കിയാലോ. ഈ നോട്ട്സിൻ്റെ സൈസുകളാണ് പറയുന്നത്. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നോട്ട്സ് ഓൺ ബേസിസ് ഓഫ് സൈസ് അനുസരിച്ച് ഇതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ, സൈസുകൾ അനുസരിച്ച് നോട്ട്സിനെ തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ എന്താണ്, പിൻ നോട്ട്. എന്താ പിൻ നോട്ട്, സൈസ് ഡയാമീറ്റർ അപ് ടു 6.5 mm. 6.5 mm വരെയുള്ള നോട്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതായത് ഇതിൻ്റെ ഡയാമീറ്റർ, അതായത് ഇങ്ങനെ ഡയാമീറ്റർ എടുക്കുക. ഇതിൻ്റെ ഡയാമീറ്റർ നോക്കുമ്പോൾ 6.5 mm ആണ് വരണേന്ന് വെച്ചാൽ അത് എന്തായാലും നോട്ടായിരിക്കും. അതായത് 6.5 mm വരെ, അപ് ടു 6.5 mm. അപ് ടു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് വരെ 6.5 mm വരെയാണ് അതിൻ്റെ ഡയാമീറ്റർ എന്ന് വെച്ചാൽ അത് ഏത് തരം നോട്ടാണ് പറഞ്ഞേ, പിൻ നോട്ട്. ക്ലിയർ അല്ലേ? പിൻ നോട്ട്. അടുത്ത എന്താണ്, സ്മോൾ നോട്ട്. എന്താ, സ്മോൾ നോട്ട്. അതിൻ്റെ സൈസ് എങ്ങനെയാണ്, സൈസ് ഡയാമീറ്റർ ബിറ്റ്വീൻ 6.5 to 20 mm. 6.5 mm to 20 mm. അത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, സ്മോൾ നോട്ട്. എന്താ പറയുക, സ്മോൾ നോട്ട്. ക്ലിയർ ആണോ? അടുത്ത എന്താണ്, മീഡിയം നോട്ട്. എന്താ മീഡിയം നോട്ട്,
സൈസ് ഡയാമീറ്റർ ബിറ്റ്വീൻ 20 mm to 40 mm. 20 mm മുതൽ 40 mm വരെയാണെങ്കിൽ അത് ഏത് തരം നോട്ടാണ്? മീഡിയം നോട്ട്. മീഡിയം നോട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നാലാമത്തെ ടൈപ്പ് നോട്ട് ഏതാണ് വരുന്നത്? ലാർജ് നോട്ട്. ലാർജ് നോട്ടിന് സൈസ് പറയാം, സൈസ് ഡയാമീറ്റർ ഗ്രേറ്റർ ദാൻ 40 mm. 40 mm മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലാർജ് നോട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നോട്ട്സിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പിൻ നോട്ടാണ്. പിൻ നോട്ടിൻ്റെ സൈസ് എങ്ങനെയാണ്? ഡയാമീറ്റർ 6.5 mm വരെ. സ്മോൾ നോട്ടാണെങ്കിൽ എന്താണ്? ഡയാമീറ്ററിൻ്റെ സൈസ് 6.5 mm തൊട്ട് 20 mm വരെ. മീഡിയം നോട്ടാണെങ്കിൽ സൈസ് എങ്ങനെയാണ് വരുന്നത്? ഡയമീറ്ററിൻ്റെ 20 mm തൊട്ട് 40 mm വരെ. അടുത്തെന്താണ്? ലാർജ് നോട്ട്. ലാർജ് നോട്ടിൻ്റെ സൈസ് എങ്ങനെയാണ്? 40 mm എബോവ്. അതായത് 40 mm കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ലാർജ് നോട്ട്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ പഠിക്കാൻ? അടുത്തത് നോക്കാം. അടുത്ത ഡിഫക്റ്റ് എന്തായിരുന്നു? ഡ്രഗ്സിനസ്. എന്താ? ഡ്രഗ്സിനസ്. This effect is indicated by white decayed spots in a heavy wood. അല്ല, ഹെൽത്തി വുഡ്. എന്താ? ഹെൽത്തി വുഡിൽ എന്ത് സ്പോട്ടാണ് കാണുന്നത്? വൈറ്റ് ഡിക്കേഡ് സ്പോട്ട്. അതായത് വൈറ്റ് സ്പോട്ട്സുകൾ കാണുന്നു ഹെൽത്തി ആയിട്ടുള്ള ഒരു വുഡിൽ. അതെന്തിൻ്റെയാണ്? ദേ ആർ ഫോംഡ് ബൈ എ എക്സസ് ഓഫ് ഫംഗൈ. എന്താ? ഫംഗസ് വരുന്ന സമയത്ത് വൈറ്റ് സ്പോട്ടുകൾ കാണാം. നമ്മൾ ചില മരത്തിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ല? ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ അത് നമ്മൾ പറിച്ചെടുക്കാനൊക്കെ നോക്കാറുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ? വൈറ്റ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു വൈറ്റ് പാച്ച് പോലെ കണ്ടിട്ടില്ലേ നിങ്ങൾ മരത്തിലൊന്നും? തൊലിയില് കണ്ടിട്ടില്ലേ? ഒരു മഷ്റൂമിന്റെ ഒരു ടെക്സ്ചറൊക്കെ പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരിത്. അങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ പറ്റും അല്ലേ? തെങ്ങുമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കൂടുതലും തെങ്ങുമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വൈറ്റ് പാച്ചസ് പിന്നെ കുറച്ച് സ്പ്രെഡായിട്ട് ഇങ്ങനെ പരന്നിരിക്കും. അതായത് ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഷേപ്പൊന്നും ഇല്ലാണ്ട് അല്ലേ? അതാണ് എന്ത്? ഡ്രഗ്സിനസ് എന്ന് പറയുന്ന ഡിഫക്റ്റ്. ഇതൊരു തരം ഡിഫക്റ്റാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? ഫംഗൈ വരുന്നതാണ് അല്ലേ? നോക്കാം എങ്ങനെയാണ്. ഡിഫക്റ്റ് ഡ്യൂ ടു കൺവേർഷൻ. എന്താണ് കൺവേർഷൻ? ഒന്നിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? ഈ ഫംഗസ് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ് നേരിട്ട് വരാം. അതെങ്ങനെ? ചിലപ്പോൾ വേറൊരു മരത്തിൽ നിന്ന് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്? ഈ മഴക്കാലത്തൊക്കെ ഫംഗസുകൾ കൂടുതൽ ആക്ട് ചെയ്യണ കണ്ടിട്ടില്ലേ മരത്തുമ്മളൊക്കെ? മരത്തുമ്മ മാത്രമല്ല, നമ്മുടെ ബിൽഡിങ്സിലൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് ഫംഗസ് അല്ലേ? മതിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഫംഗസ് കാണാം അല്ലേ? കണ്ടിട്ടുള്ളതല്ലേ? കണ്ടിട്ടില്ലേ? പിന്നെന്താണ്? ഡിഫക്ട്സ് ഡ്യൂ ടു ദി ഇൻസെക്ട്സ്. എന്താ പറഞ്ഞേ? ഡൗട്ട്സ്? അടുത്ത എന്താണ്? ഡിഫക്ട്സ് ഡ്യൂ ടു ഇൻസെക്ട്സ്. എന്താ ഇൻസെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ ഇഴജന്തുക്കൾ, പ്രാണികൾ, അവ മൂലം എന്ത് സംഭവിക്കാം? ഈ ഡ്രഗ്സിനസ് വരാം അല്ലേ? അവയുടെ കൂടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ? ചെറിയ പ്രാണികൾ, ഈ
വണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ ചില കൂടുകൾ ഉണ്ടാക്കി വയ്ക്കും അതിൻ്റെ, കണ്ടിട്ടില്ലേ? അതുമൂലമൊക്കെ ഈ ഡ്രഗ്സിനസ് വരാം. പിന്നെന്താണ് ഡിഫക്റ്റ് ഡ്യൂ ടു ദി നാച്ചുറൽ ഫോംസ്. എന്താ നാച്ചുറൽ ഫോംസ്? മഴ, വെള്ളം തട്ടൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ടും ഈ ഫംഗൈ ആക്ട് ചെയ്യാറുണ്ട് അല്ലേ? വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫംഗസ് വരുന്നത്? ഫംഗസ് വരുന്നത് കണ്ടിട്ടില്ലേ? വെള്ളം കൂടുതലായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിൽ. അടുത്തെന്താണ് ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. സീസണിങ് നമ്മൾ അടുത്തൊരു പോർഷനിൽ പഠിക്കാനുണ്ട്. ടിമ്പറിൻ്റെ സീസണിങ്, വുഡിൻ്റെ സീസണിങ് പഠിക്കാനുണ്ട്. അതിൽ പറഞ്ഞുതരാം കേട്ടോ. ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. എന്താ ഡിഫക്റ്റ് ഡ്യൂ ടു നാച്ചുറൽ കോസസ്. നാച്ചുറലി എങ്ങനെയൊക്കെ സംഭവിക്കാം? അബ്നോർമൽ ഗ്രോത്ത്. എന്താ അബ്നോർമൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഗ്രോത്ത്. മനസ്സിലായോ? കാലത്തിന് അധിഷ്ഠിതമായിട്ടുള്ള മരത്തിൻ്റെ ഗ്രോത്തിനെയാണ് എന്ത് പറയുക? അബ്നോർമൽ ഗ്രോത്ത്. ഒരു കൃത്യത ഇല്ലാത്ത രീതിയിലുള്ള മരത്തിൻ്റെ ഗ്രോത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ചില സമയങ്ങളിൽ ഡിഫക്റ്റായിട്ട് മാറാം. എങ്ങനെ മാറാം? ഈ അബ്നോർമലായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇത്ര കാലഘട്ടം ഉണ്ട് മരത്തിന്. അപ്പോൾ ഇത്ര കാലത്തിനുള്ളിൽ ആ മരം ഇത്രേ വലുതാവുക. അതിൽ കൂടുതൽ അതിലെന്ത് സംഭവിക്കും? ചില്ലകളും കാര്യങ്ങളും ബ്രാഞ്ചസും കാര്യങ്ങളും വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെന്ത് സംഭവിക്കും? അത് വീഴും അല്ലേ? കൂടുതൽ വെയിറ്റുള്ള ഭാഗത്തേക്ക് ഒന്നില്ലെങ്കിൽ അതിന് ബെൻഡ് വരും, ബെൻഡിങ് ആയിട്ട് ഗ്രോത്തിങ് സംഭവിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുഴുവനായിട്ടത് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ബ്രോക്കൺ ആവാൻ തുടങ്ങും. അങ്ങനെ അബ്നോർമൽ ഗ്രോത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അതിൻ്റെ സ്ട്രെങ്ത്തിന് അതീതമായിട്ട് അതിന് ഗ്രോത്ത് സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ എന്ത് പറ്റും? ഫെൽ ഡൗൺ ആവുമല്ലോ അത്. അതായത് ഒന്നില്ലെങ്കിൽ മൊത്തത്തിൽ അത് മറിഞ്ഞു വീഴാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബെൻഡിങ് ആയിട്ട് ഒരു സൈഡിലേക്കോ വശങ്ങളിലേക്കോ എന്ത് പറ്റും? അതിന് ഗ്രോത്ത് സംഭവിക്കും. അങ്ങനെയുള്ള സംഭവിക്കുന്ന സമയത്ത് ഡിഫക്ട്സുകൾ ഉണ്ടാവും അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ബെൻഡിങ് ആയിട്ടുള്ള സമയത്തൊക്കെ എന്ത് സംഭവിക്കും? കപ്പ് ഷേക്സ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ അത് ഡിഫക്റ്റായിട്ട് ബാധിക്കും. ക്ലിയർ? അതാണ് അബ്നോർമൽ ഗ്രോത്തിൽ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എഴുതാനോ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡിഫക്ട്സ് ആയതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. അടുത്ത എന്താണ്? റപ്ചർ ടിഷ്യൂസ്. ടിഷ്യൂസ് റപ്ചർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ പോലെ റിംഗ് ഷേക്സ്, കപ്പ് ഷേക്സ് ഒക്കെ സംഭവിക്കും അല്ലേ? അതായത് ടിമ്പറിലെ ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കുക. അങ്ങനെ ഡാമേജ് സംഭവിച്ചാൽ അത് അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും, ഡിഫക്റ്റായിട്ട് മൊത്തത്തിൽ അതിനെ ബാധിക്കും. ക്ലിയർ? ക്ലിയർ? ആ, അടുത്ത എന്താണ്? ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. നമ്മൾ സീസണിങ് പഠിച്ചിട്ടില്ല, എന്നാലും പഠിക്കാം. സീസണിങ്, ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. സീസണിങ് നമ്മൾ പറഞ്ഞു, അതായത് മോയ്സ്ചർ കണ്ടൻറ്റിനെ മാറ്റിയിട്ട്, അതായത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുന്ന രീതിയിലാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുക അല്ലേ? നമ്മൾ സ്റ്റോണിൻ്റെ കേസിൽ പറഞ്ഞു സീസണിങ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ടിമ്പറിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് വലിയ ഒരു പോർഷനാണ്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് വരുന്നത്? ബോ. ഡിഫക്റ്റ് ഡ്യൂ ടു സീസണിങ്. ബോ എന്താണ്? ഇതേ ഫിഗർ നോക്ക്. ഇതാണ് ബോ എന്ന് പറയണത്. ഫസ്റ്റത്തെ എന്താണ് ചെയ്യുന്നത്? ഒരു കർവേച്ചർ പോർഷനിൽ അതിന് ബെൻഡിങ് സംഭവിക്കുകയാണല്ലേ അല്ലേ? അതിനാണ് എന്ത് പറയുക? ബോ അല്ലേ? അതായത് എങ്ങനെയാണ്? റെയിൻബോ എങ്ങനെയാണ് വളഞ്ഞിട്ട് അല്ലേ? ആ ഒരു ബോ ഷേപ്പ് മനസ്സിലായോ? ഒരു ബോ ഷേപ്പ്, അതിനാണ് ബോ എന്ന് പറയുക. ബോ എന്താണെന്നുള്ളത് നോക്കാം. ദിസ് ഡിഫക്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി കർവേച്ചർ ഫോംഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ. എന്താ? ടിമ്പറിൻ്റെ ലെങ്ത്തിൽ ഒരു കർവേച്ചർ ഫോം ചെയ്യുക. എന്താണ്? ഇങ്ങനെ കണ്ടോ? ഒരു കർവ് പോർഷൻ, അതായത് ആ ബോ ഷേപ്പ്.
ഒരു ബോ ഷേപ്പ് വരുന്നതിനെയാണ് എന്ത് പറയുക? ബോ എന്ന് പറയുക. അതായത് ഡിഫക്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി കർവേച്ചർ ഫോംഡ്. അതെന്താണ്? ഒരു കർവേച്ചർ കണ്ടോ? ഈ ഒരു കർവേച്ചർ ഫോം ചെയ്യുക. ഫോംഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ അതിനെന്ത് സംഭവിക്കുകയാണ്? ഒരു കർവേച്ചർ സംഭവിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോ. അടുത്ത് നോക്കാം, കപ്പ്. അടുത്ത എന്താണ്? കപ്പ്. കപ്പിൻ്റെ ഫിഗർ നോക്കിക്കോട്ടെ, ഇതിൽ തന്നെയുണ്ട്. ഇതാണ് കപ്പ്. ഉണ്ടോ? കപ്പും ബോയും സിമിലർ ആയിട്ട് തോന്നാം. നോക്കാം. ദിസ് ഡിഫക്റ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി കർവേച്ചർ ഫോംഡ് ഇൻ ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ. എന്താ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ? അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. കണ്ടോ? ലെങ്ത് വൈസ് അല്ല വരിക. അതായത് ഇത് ഈ ഒരു റിങ് പോലെ, എന്താ ഒരു റിങ് പോർഷൻ, അതായത് ടിമ്പറിൻ്റെ മൊത്തം കർവേച്ചർ അല്ല, റൗണ്ട് പോർഷനിൽ കണ്ടോ? ഈ ഒരു പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ടിമ്പർ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന പോർഷനാണ് അല്ലേ? ഇങ്ങനെയല്ലേ ഇരിക്കുക? ഈ ഒരു റൗണ്ട് ആയിട്ടിരിക്കുന്ന പോർഷനിൽ കർവേച്ചർ സംഭവിക്കുക. ക്ലിയർ? അതിനാണ് എന്ത് പറയുക? കപ്പ്. ബോയും പഠിച്ചു, കപ്പും പഠിച്ചു അപ്പോൾ അല്ലേ? ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ. മറ്റേത് ലെങ്ത് വൈസ് ആയിരുന്നു. ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ഓഫ് ടിമ്പർ. അടുത്തത് നോക്കാം, കേസ് ഹാർഡനിങ്. എന്താ കേസ് ഹാർഡനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്രൈസ് വെരി റാപ്പിഡ്ലി. എന്താണ് എക്സ്പോസ്ഡ് സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ ടിമ്പറിൻ്റെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസ് ഏതാ? പുറമേ ഉള്ള ബാർക്ക് പോർഷൻ അല്ലേ? അതായത് എക്സ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്നത് അല്ലേ? പുറത്ത് നമ്മൾ കാണുന്ന പോർഷനാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പോസ്ഡ് സർഫസ്. പുറത്ത് കാണുന്ന ആ സർഫസ്, ടിമ്പറിൻ്റെ സർഫസ്, അതായത് പോർഷനാണ് വരിക? ബാർക്ക് പോർഷനാണ് നമ്മൾ കാണുക അല്ലേ? ടിമ്പറിൻ്റെ ബാർക്ക് പോർഷനല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കട്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ അല്ലേ? ആ, അപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ സർഫസ്, ബാർക്ക് എന്ന് പറഞ്ഞ സർഫസിന് എന്താണ് സംഭവിക്കുന്നത്? ഡ്രൈ ആവുക, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക. അതായത് പെട്ടെന്ന് ഡ്രൈ ആയി പോവുക. ആ ഒരു ഡിഫക്റ്റാണ് എന്ത്? കേസ് ഹാർഡനിങ്. ഡ്രൈ ആവുന്ന സമയത്ത് എന്താണ്? അത് ഹാർഡാവും അല്ലേ? എന്നിട്ട് അത് പൊളിഞ്ഞു പോകാൻ തുടങ്ങും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് അല്ലേ? പിന്നെ ഹാർഡൻ ആവുന്ന സമയത്ത് ഓരോ കാലാവസ്ഥയിലും അതെന്ത് സംഭവിക്കും? താനത് പൊളിഞ്ഞു പോയി തുടങ്ങും അല്ലേ? പ്ലാവിന് തേക്കിന് കാണാറില്ലേ ചെറുതായിട്ടൊരു ഷെല്ല് അതിൻ്റെ പൊളിഞ്ഞു പോണത്? അതാണ് എന്ത്? കേസ് ഹാർഡനിങ്. ക്ലിയർ ആയില്ലേ? എന്താ പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് പലക പിടിച്ച മരത്തിന് വരുന്നതാണോ അതോ അല്ല ടിമ്പർ നമ്മൾ കട്ടിങ് അതൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ പറയാം വുഡിനെ ടിമ്പർ ആക്കുമ്പോൾ ഉള്ളതാണ്. ഇത് നമ്മൾ ലൈവായിട്ട് നിൽക്കുന്ന മരത്തിലൊക്കെ കാണുന്നത്, മനസ്സിലാവും? ഒരു തടിയിൽ കാണുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ചെക്ക്. എന്താണ് ചെക്ക്? എന്താണ്? എ ചെക്ക് ഈസ് ക്രാക്ക് വിത്ത് സെപ്പറേറ്റ് ഫൈബേഴ്സ് ഓഫ് വുഡ്. ഇറ്റ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അതർ. അതായത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വുഡിലാണ് കേട്ടോ കാണാം. ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ച വുഡിൽ ഇവിടെ ഇങ്ങനെ എൻഡിങ് നമുക്കിങ്ങനെ പൊളിഞ്ഞതായിട്ട് കാണാൻ പറ്റും അല്ലേ? കണ്ടിട്ടുണ്ടോ? ചെറിയ ക്രാക്ക്. എന്താ?
ഞാൻ എൻ്റെ ഫിഗർ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു വിള്ളലുകൾ പോലെ സെർച്ച് ചെയ്യാം. പിക്ചർ കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും പെട്ടെന്ന്. ചെക്ക് ഇൻ ടിമ്പർ ഉണ്ടോ? മനസ്സിലായോ? ഇമേജസ് എടുക്കാം. ഇത് കണ്ടോ? കണ്ടോ? ഇതാണ് എന്ത് ചെക്ക് എന്ന് പറയുന്നത്. അത് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഒന്നും എത്തില്ല. അതായത് ഈ ഒരു എൻഡിൽ ഇത്രയും കുറച്ച് ഭാഗം മാത്രം, അതിനാണ് എന്ത് പറയുക? ചെക്ക് എന്ന് പറയുക. ക്ലിയർ ആയോ? ചെക്ക് എന്താന്ന് മനസ്സിലായോ? കണ്ടോ? ഇതിലൊക്കെ എന്തിനാ ഇരുളേതാ? പിൻകോട പോലത്തെ മരങ്ങളില്ലേ, പിൻകോട പോലത്തെ. ഞങ്ങൾ ഇരുളാണ് പറയാം. കണ്ടോ? ഇരുമുള്ള് കണ്ടോ? കണ്ടോ? ഇതുപോലെ വരുന്നത്. ഇങ്ങനെയും കാണിക്കാം. ഇതാണ് എന്ത്? അത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള മരങ്ങൾക്കല്ലേ കൂടുതൽ വരിക. എന്താ ഇത്? വാട്ടർ കണ്ടന്റ് അങ്ങനെയല്ല. നോർമലി ഒരുവിധം എല്ലാ മരങ്ങൾക്കും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഡ്രൈ ആവുന്ന മരങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഇത് ഉണ്ടാവുക. ക്ലിയർ അല്ലേ ഇപ്പൊ ചെക്ക് എന്താണെന്നുള്ളത്? ഇതിൽ കാണിച്ചിട്ടുണ്ട് ഒരുവിധം അല്ല. അത് ഡൗൺലോഡ് ചെയ്യാം. ചെക്ക്, ഷേക്സ്, നോട്ട് ഹോള്, ട്വിസ്റ്റ് ആവുന്നത്, ബോ വരുന്നത് എങ്ങനെയാണ് കണ്ടോ? സ്പ്ലിറ്റ് എന്താണുള്ളത് കണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ PDF-ൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയക്കാം കേട്ടോ. ഇപ്പം എവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്? ചെക്ക് അല്ലേ? അടുത്ത എന്താണ്? സ്പ്ലിറ്റ് ആവുക. എന്താ സ്പ്ലിറ്റ് ആവുക? ഈ ചെക്സ് എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞു ഒരറ്റത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചെക്കുകൾ, ഏതെങ്കിലും ഒരറ്റത്ത്, അതിൻ്റെ മറ്റേ അറ്റം വരെ ആ ക്രാക്കിങ് എത്താറില്ല. സ്പ്ലിറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ക്രാക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്താവും? സ്പ്ലിറ്റായി പോവും അല്ലേ? മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ച മരമാണെങ്കിൽ അതിൻ്റെ ഈ എൻഡിലാണ് അതിങ്ങനെ വരിക. എന്ത്? ചെക്ക്. പക്ഷേ സ്പ്ലിറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ അറ്റം വരെ എത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു പീസായിട്ട് ഇങ്ങോട്ട് പോവും, ഇതൊരു പീസായിട്ട് ഇങ്ങോട്ടും പോവും അല്ലേ? രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. അതാണ് പറഞ്ഞിട്ടുള്ളത് വെൻ എ ചെക്ക് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു ദി അതർ ഈസ് നോൺ ആസ് സ്പ്ലിറ്റ്. ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ എത്തുമ്പോൾ രണ്ട് പീസുകളായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
അടുത്ത എന്താണ് ഹണി കോംബിങ്. എന്താ ഹണി കോംബിങ് നോക്കാം. ഡ്യൂ ടു സ്റ്റാച്യൂസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി വേരിയസ് റേഡിയൈ ആൻഡ് സർക്കുലർ ക്രാക്സ് ഡെവലപ്ഡ് ഇൻ ദി ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ടിമ്പർ. ഇൻറ്റീരിയർ പോർഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻറ്റീരിയർ പോർഷനിൽ വരുന്ന സർക്കുലർ ക്രാക്സ്, സർക്കുലർ മ്യൂട്ടാക്കൂ, സർക്കുലർ എൻ്റെ എന്നുള്ള വോയിസ് ആണോ? ഇൻറ്റീരിയർ പോർഷനിൽ വരുന്ന സർക്കുലർ ആയിട്ടുള്ള ക്രാക്സ് ആണ് എന്തിന് കാരണം? ഹണി കോംബിങ്. ദ ഡിഫക്റ്റ് ഡ്യൂ ടു ഡെവലപ്ഡ് ഇൻ നോൺ ആസ് ദി ഹണി കോംബിങ്. അതായത് സ്റ്റാച്യൂസ് ഡ്യൂ ടു സ്റ്റാറ്റ്യൂസ് ഡെവലപ്ഡ്. എന്താ സ്റ്റാച്യൂസ്? സ്റ്റാച്യു എന്താ? സ്റ്റില്ലായിട്ട് എപ്പോഴും നിൽക്കുന്നത്, അതിനാണ് സ്റ്റാച്യു എന്ന് പറയുക അല്ലേ? അല്ലേ? ആ സ്റ്റാച്യൂസ് ഡെവലപ്ഡ് ആവും. അതായത് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സ്റ്റാച്യു പോലെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സർക്കുലർ ആയിട്ടുള്ള ക്രാക്സ് ഫോം ചെയ്ത് ഇൻറ്റീരിയർ പോർഷനിൽ കേട്ടോ, ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ടിമ്പറിൽ എന്ത് സംഭവിക്കും? സർക്കുലർ ആയിട്ടുള്ള ക്രാക്സ് ഫോം ചെയ്യും. അതിനാണ് എന്ത് പറയുക? ഹണി കോംബിങ്. അത് നിങ്ങൾക്ക് ശരിക്കും സീസണിങ്ങിൽ പഠിക്കാനുണ്ട്, അതിലൊന്നും കൂടി പഠിക്കാം കേട്ടോ. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിഫക്ട്സിൽ പഠിക്കാനുള്ള. കുറേ ഡിഫക്ട്സ് പഠിച്ചു അല്ലേ? ഒരു 7 ടൈപ്പ് ഉണ്ടാവാറുണ്ട് മരത്തിന്. തേക്കിനൊക്കെ ഉണ്ടാവാറുണ്ട്, കാണുമ്പോൾ നല്ല തടിയായിരിക്കും. ആ പക്ഷെ ഉള്ളില് പോയി കിടക്കുന്നുണ്ടായിരിക്കും. അതെ, അത് ശരിക്കും മരം മുറിച്ചാലേ അറിയുള്ളൂ നമ്മള്. അങ്ങനെ മരത്തില് പലരും പെട്ടുപോയിട്ടുണ്ട് മരം വാങ്ങിയിട്ട്. ആ അതെ, എൻ്റെ അച്ഛൻ ഈ ബിസിനസ് ചെയ്യുന്ന ആളാ. അപ്പോ എന്താണ്, ഞങ്ങളിപ്പോ മരമൊക്കെ നിർത്തി. സ്റ്റീലിന്റെ കട്ടലയും ജനലിയാണ് വെക്കുന്നത്. പിന്നെ UPC നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കുറവാണ് ഇപ്പോൾ. ഫ്രെയിമിംഗ് അപ്പോൾ ആദ്യമൊക്കെ വുഡിൻ്റെ തന്നെയായിരുന്നു, ഇപ്പോൾ സ്റ്റീല് കയറി അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലായി. എടുക്കണില്ല. അപ്പൊ അതൊക്കെ പോയി പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുക. പാർട്ടികൾ അവര് സ്വന്തം തന്നെങ്കിൽ വെക്കും. അപ്പോൾ ഡിഫക്ട്സ് നമ്മളൊരു 7 എണ്ണം പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഹാർട്ട് ഷേക്ക്, റിംഗ് ഷേക്ക്, കപ്പ് ഷേക്സ്, റേഡിയൽ ഷേക്സ്, സ്റ്റാർ ഷേക്സ്. ഇതാണ് 5 ടൈപ്പ് ഷേക്സ് വരുന്നത്. പിന്നെ നോട്ട്സും പഠിച്ചു, ഡ്രക്സിനസും പഠിച്ചു അല്ലേ? അങ്ങനെ ഒരു 7 എണ്ണം പഠിച്ചു. അതിൽ തന്നെ നോട്ട്സിൽ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. 4 ടൈപ്പ് വരുന്നുണ്ട്. പിൻ നോട്ട്, സ്മോൾ നോട്ട്, മീഡിയം നോട്ട്, ലാർജ് നോട്ട് അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഡ്രക്സിനസ് എന്താണെന്ന് നോക്കി. അതുപോലെ നാച്ചുറൽ കോഴ്സസ് കാരണം ഡിഫക്റ്റ് വരുന്നത് സീസണിങ് ഇങ്ങനെ വരുന്നു. ബോ പഠിച്ചു, കപ്പ്, കേസ് ഹാർഡനിങ്, ചെക്ക്, സ്പ്ലിറ്റ്, ഹണി കോംബിങ്, റേഡിയൽ ഷേക്സ്. ഇതിലും റേഡിയൽ ഷേക്സ് വരുന്നുണ്ട്. സീസണിങ്ങിൻ്റെ ഭാഗമായിട്ട് റേഡിയൽ ഷേക്സ് വരുന്നുണ്ട്. റേഡിയൽ ഷേക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അല്ല, റേഡിയൽ ഷേക്സ് ഓൾറെഡി പഠിച്ചതല്ലേ? ആ ഇനി അടുത്തത് വരുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി എടുക്കാനുണ്ട്. ഓക്കെ, ആ ഞാൻ പറയാം. അറ്റൻഡൻസ് വിളിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നോക്കാം. സതീശൻ എന്താ